പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ ദിവസത്തിൻ്റെ ആരംഭത്തിൽ അച്ഛൻ നിങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഒരു നല്ല ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മൾ പലതരത്തിൽ തിന്മയോട് ഇന്ന് പോരാടുന്ന ദിവസമായിരിക്കാം. സംരക്ഷണം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരിക്കാം. ദുഃഖം നമ്മളൊരു പക്ഷേ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവസ്ഥ പോലെ തോന്നുമായിരിക്കും. പ്രത്യേകം പലതരത്തിലും ഇന്ന് നമുക്ക് സന്തോഷം ലഭിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നാം ഇപ്പോൾ തന്നെ എണീക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം മോചനം നൽകി സംരക്ഷണം തരുന്ന വാഗ്ദത്ത വചനമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. ആ വചനമാണ് സങ്കീർത്തനം 121, 7, 8. അച്ഛൻ ആ വാഗ്ദത്ത വചനം ഒന്ന് വായിക്കാം. കേട്ടോളൂ കേട്ടോ. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിന്റെ ജീവൻ സംരക്ഷിക്കുകയും കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഒന്നോടെയും ഈ സംരക്ഷണ കാക്കുന്ന ദൈവത്തിൻ്റെ വചനം ഓർക്കാം. ഒന്നാമത്തെ വചനം സങ്കീർത്തനം 121, 7, 8. ഒന്നുകൂടെ വെച്ചാൽ വായിക്കാം കേട്ടോ. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ എന്നും എന്നേക്കും കാത്തുകൊള്ളും. സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യുന്ന ഒരു കർത്താവ്. ഓർക്കുക, ദൈവം സകല തിന്മകളിൽ നിന്നും നമ്മെ കാക്കും. അവൻ നമ്മുടെ ജീവനെ കാക്കും. കർത്താവ് ഇന്നു മുതൽ എന്നേക്കും നമ്മുടെ പോക്കും വരവും, അതായത് എല്ലാ തരത്തിലും എന്നോട് കൂടെ കർത്താവ് ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ ഉത്കണ്ഠയും ഭയവും ഒക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് എനിക്ക് ദൈവം വലിയൊരു ആശ്വാസമാവും എന്നൊരു ഉറപ്പ് കർത്താവ് തരികയാണ്. ജീവിതത്തിൽ ഉറപ്പായി തരുന്ന കർത്താവ്. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സഹായത്തിനായിട്ട് മലമുകളിലേക്ക് നോക്കുന്നു. അങ്ങനെ സമയമുണ്ടായിട്ടുണ്ടാകാം. തിന്മ നമ്മളെ കീഴടക്കുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. ഒരുപക്ഷെ ലോകം തിന്മയിൽ നിറയുന്നതായി നമുക്ക് തോന്നിയിട്ടുണ്ടാകാം. ഓർക്കുക പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള അവസരങ്ങളെല്ലാം തിന്മ വിജയിക്കില്ല, നന്മ വിജയിക്കുള്ളൂ. തിന്മ എത്രമാത്രം വ്യാപകമാണെങ്കിലും ഓർക്കുക, കഠിനമായി തരത്തിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയോ പീഡിപ്പിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് നോക്കണ്ട. അത് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഭാരപ്പെടുത്തും. പക്ഷെ ഓർക്കുക പ്രിയമുള്ളവരെ, അതൊന്നും വിജയിക്കില്ല. അവിടെ തമ്പുരാൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ നമ്മൾ കേൾക്കണം. ആ കഥ നന്മയുടെ, സ്നേഹത്തിൻ്റെ, സംരക്ഷണത്തിൻ്റെ കഥയാണ്. ആ കഥ വായിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ലോകത്തിന് തന്നെ പീഡിപ്പിക്കപ്പെടുമ്പോൾ ആസക്തിയാൽ നമ്മളെ തകരുന്ന അവസ്ഥയാണെങ്കിലോ തിന്മയിലേക്ക് വീഴുന്ന അവസ്ഥയാണെയോ, നീ ഒന്നും പേടിക്കേണ്ട. ദൈവം നമുക്ക് വിജയം തരും. എല്ലാ തരത്തിലും കർത്താവ് കാത്തുരക്ഷിക്കും. ആത്യന്തികമായി നന്മ മാത്രമേ വിജയിക്കുള്ളൂ. നമ്മുടെ സഹായത്തിനായി ദൈവത്തിലേക്ക് തിരിയുക. ദൈവം നമ്മളെ എല്ലാ തിന്മയിൽ നിന്നും കാക്കും. നമ്മുടെ വരവും പോക്കൊക്കെ കാത്തിരിക്കുന്ന കർത്താവല്ലേ. എങ്കിൽ തമ്പുരാൻ്റെ കൂടെ മുന്നേറുവാനും ജീവിക്കാനും നമുക്ക് സാധിക്കട്ടെ. തിന്മയിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ നന്മ വിജയിക്കുമെന്നും തമ്പുരാൻ്റെ കൂടെയായി നമുക്ക് വിജയിക്കാൻ സാധിക്കുമെന്നും നമുക്ക് ഓർക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യാശയിലൂടെ യേശുവിലേക്ക് നോക്കി പ്രതീക്ഷാ നിർഭരമായ ഒരു ദിവസം ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്ത കൂടാരത്തിലേക്ക് നിങ്ങളുടെ നിയമങ്ങളെല്ലാം സമർപ്പിക്കാം. ഇന്ന് അനുഗ്രഹത്തെ ദിവസമാണ്, വിജയത്തിൻ്റെ ദിവസമാണ്, നന്മ വിജയിക്കുന്നതിൻ്റെ ദിവസമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ എല്ലാവർക്കും ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ.